ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു. 1784 വില്യം ജോൺസിന്റെ സഹായത്തോടെ അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ബംഗാളിലെ ഇരട്ട ഭരണ സംവിധാനം വാറൻ ഹേസ്റ്റിങ്സ് നിർത്തലാക്കി. റോബർട്ട് ക്ലൈവാണ് ഇരട്ട ഭരണ സംവിധാനം കൊണ്ടുവന്നത്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. അദ്ദേഹം ജുഡീഷ്യറിയിൽ നിന്ന് റവന്യൂ വേർപെടുത്തി. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് എഡ്മണ്ട് ബർഗ്. കൊൽക്കത്തയിലെ മുഹമ്മദൻ മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കോൺവാലിസ് പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പോലീസ് സംവിധാനം, പോലീസ് സിസ്റ്റം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആയിരുന്നു. 1793 കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. കോൺവാലിസ് കോഡ് അവതരിപ്പിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡിയറി അലയൻസ് അവതരിപ്പിച്ചത് വെല്ലസ്ലി പ്രഭുവാണ്. ഹൈദരാബാദിലെ നിസാമാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. 1809 രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടിയിൽ മിന്റോ പ്രഭു ഒപ്പുവെച്ചു. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് ശേഷം ഹേസ്റ്റിങ്സ് പ്രഭു പേഷ്വ ഭരണം നിർത്തലാക്കുകയും തന്റെ പ്രദേശങ്ങൾ ബോംബെ പ്രസിഡൻസിയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ ഗവർണർ ജനറൽഷിപ്പിന്റെ കാലത്താണ് മദ്രാസിൽ റയോത്വൈരി സമ്പ്രദായം നിലവിൽ വന്നത്. വില്ലേജ് കമ്മ്യൂണിറ്റി സംവിധാനം ഹേസ്റ്റിങ്സ് പ്രഭു പുനഃക്രമീകരിച്ചു. ഭൂമി വരുമാനത്തിന്റെ മഹൽവാരി സമ്പ്രദായം ഹേസ്റ്റിങ്സ് പ്രഭു അവതരിപ്പിച്ചു.